സോ ഇന്ന് നമ്മൾ ദേവ എന്ന് പറഞ്ഞ് ഷാഹിദ് കപൂറിൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ ടീസർ വന്നിട്ടുണ്ട്. നമ്മൾ അതൊന്ന് റിയാക്ട് ചെയ്യാൻ പോകണം. ആക്ച്വലി സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് റോഷൻ ആൻഡ്രോസ് ആണ്. അദ്ദേഹം സാറ്റർഡേ നൈറ്റിന് ശേഷം മലയാളത്തിൽ നിന്ന് ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ദേവ ഹിന്ദിയിൽ ചെയ്യാണ്. ഇതിൻ്റെ റൈറ്റേഴ്സ് ബോബി സഞ്ജയ്. അതാ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ തന്നെ മറ്റേ നമ്മുടെ മലയാളത്തിൽ ഒറിജിനൽ പടം, അതായത് മുംബൈ പോലീസിൻ്റെ ഒരു വേർഷൻ ആയിരിക്കും. അതെ അതെ, ഇതിൻ്റെ മുംബൈ പോലീസിൻ്റെ റീമേക്ക് ആണ് ഈ സിനിമ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം മുംബൈ പോലീസ് ഉണ്ടാവും നമുക്കറിയത്തില്ല. അതായത് അതിൻ്റെ മുംബൈ തന്നെയാണ്. എന്നാ പിന്നെ ആ പേരിട്ടാ പറയാറുണ്ട്. അല്ല, ആക്ച്വലി മുംബൈ പോലീസിന്റെ എത്രത്തോളം എലമെന്റ് ഇതിൽ ഉണ്ടാവും നമുക്ക് അറിയില്ല. ആക്ച്വലി അതിന്റെ ഈ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഇനി ഇപ്പൊ വർക്കാവാൻ കുറച്ച് പിന്നെ അത് സ്പോയിലർ എലമെന്റ് ആണല്ലോ. വർക്കാവാൻ കാരണം അതൊരു റിവീലായിട്ടുള്ള മറ്റ് സിനിമകൾ ഹിന്ദിയിലുണ്ട് ഓൾറെഡി. അപ്പം ഇതിന്റെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്താൻ പോകുന്നതെന്ന് ഇനി നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഇനി അവർ അത് ആ ഒരു പരിപാടി ഉപേക്ഷിച്ചിട്ട് കംപ്ലീറ്റ്ലി ഒരു സ്റ്റാൻഡ് ലോൺ പടം പോലെ പോവോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്ത് അറിയില്ല. അപ്പം അങ്ങനെയാണ് ഇനിഷ്യലി ഉണ്ടായിരുന്ന റൂമർ. ഇത് ആരും ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് ഷാഹിദിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്, രണ്ട് ആക്ടേഴ്സിനെ പറഞ്ഞിട്ടില്ലല്ലേ? അല്ല, പൂജ ഹെഗ്ഡെയാണ് നായികയാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ജയസൂരിയുടെ ക്യാരക്ടർ പക്ഷേ ഒരു ഫീമെയിൽ ക്യാരക്ടർ കൊണ്ട് ജയിക്കാനുള്ള അങ്ങനെ വല്ലതായിരിക്കും. എന്താണെന്ന് അറിയത്തില്ല നമുക്ക്. അതൊന്നും നമുക്ക് ഡീറ്റെയിൽസിൽ കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഷാഹിദ് കപൂർ മാത്രമേ നമ്മൾ ഇതുവരെ ദേവയുടെ പോസ്റ്ററിലെല്ലാം കണ്ടിട്ടുള്ളൂ. നമ്മുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അവന് ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും പ്രോമിസിംഗ് ഡയറക്ടറാണ് റോഷൻ ആൻഡ്രോസ്. അതെ, പുള്ളി അത്യാവശ്യം കുറച്ച് നല്ല സിനിമകൾ ചെയ്യണം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുറേ പടങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓരോരോ ഈ സാറ്റർഡേ നൈറ്റ് ബേസിക്കലി തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന് കണ്ടൊരു പടം. കാര്യം നമുക്ക് അത് കണ്ട് തീർക്കാൻ ഭയങ്കര പാടാണ്. കാര്യം അത് വലിയ ഭയങ്കരമായിട്ട് വലിഞ്ഞ് ആ സിനിമ ഇത് തീരുന്നില്ലല്ലോ എന്ന് തോന്നിയൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ. സോ എനിവേ ദേവായുടെ ടീസർ എങ്ങനെയുണ്ടോ നമുക്ക് അതൊന്ന് കണ്ടുപോകാം. ടീസറിൽ റോയ് കപൂർ ഫിലിംസ്. മുപ്പത്തൊന്നാം തീയതി റിലീസാണ് പടം. ഓക്കെ, ട്രെയിലർ ഉടനെ വരും. 31 തീയതി അല്ലേ, ഈ മാസം അവസാനം. ഇതിപ്പോ കണ്ടിട്ട് മുംബൈ പോലീസായിട്ട് ചേർത്ത് വെക്കാൻ ആ ക്യാരക്ടറിന്റെ എക്സെൻട്രിസിറ്റിയെ അങ്ങനെ പൊടിക്കൂടെ മേളിലാക്കി അങ്ങനെ പോകുന്നത്. ചില സീനുകളുണ്ട്, ചിലത് മറ്റേ ആ പടത്തിൽ അവർ പറഞ്ഞു പോയ കാര്യങ്ങൾ വിഷ്വലി കാണിച്ചു. അങ്ങനെ കുറച്ചുകൂടെ റോ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. മറ്റേ ഹിന്ദി സിനിമയുടെ ഒരു പരസ്യം ലൈൻ. അതെ, ഭയങ്കര വൃത്തിയായിട്ടല്ല, ഒരു കുറച്ചുകൂടെ റോ ആയിട്ടാണ് ഷൂട്ട് ചെയ്തത്. എവിടെയൊക്കെയോ ഇത് കുറച്ച് റിയൽ ആണെന്ന് തോന്നുന്ന പോലെ അല്ലേ, അങ്ങനത്തെ ഒരു ഫീലാണ്. ഹിന്ദി പടം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മറ്റേ സെറ്റിട്ട് എല്ലായിടത്തും ഫുള്ള് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് പ്രോപ്പർലി ആഡ് ഷൂട്ട് ചെയ്യുന്ന പോലെ കുറച്ച് ഓവർ പ്ലാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവസാനം ആകുമ്പോഴത്തേക്ക് ഇതിന്റെ ക്രിയേറ്റിവിറ്റി എവിടെയായിരുന്നു എന്ന് മനസ്സിലാക്കില്ല. അനക്കരുതൊന്നും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചാൽ അതേ. അല്ല, ഇപ്പൊ ബോളിവുഡിന്റെ അവസ്ഥ വെച്ച് നോക്കി കഴിഞ്ഞാൽ ബോളിവുഡിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഹിറ്റുകൾ മൊത്തം പുറത്തുനിന്നുള്ള സംവിധാനം വന്നിട്ടാണ്. അതായത് അവിടുത്തെ സംവിധാനമൊക്കെ പറ്റുന്നില്ല. എന്ത് സെൻസ് വേറെ ഒന്നുമല്ല, അവിടെ നല്ല സംവിധായകർക്ക് ചാൻസ് കൊടുക്കുന്നില്ല. അവർ പടം ചെയ്യാൻ പറ്റുമ്പോൾ അനുരാഗ് കശ്യപിനെ പോലുള്ളവരൊക്കെ അനുരാഗ് കശ്യപ് മുംബൈ വിടുക, ബാഗൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുക അവിടെ. അപ്പോൾ ഇവിടുന്ന് കുറെ ആൾക്കാർക്ക് അപ്പോൾ ഇവിടുന്ന് കുറെ നല്ല ഡയറക്ടേഴ്സ് അവിടെ ചെന്നാണ് അവിടെ കുറച്ച് ഹിറ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ സുകുമാറിനെ വിളിച്ച് ഡയറക്റ്റ്ലി ഒരു ഹിന്ദി പടം എടുക്കാൻ പറയും. നോക്കിയോ, അതാണ് അവസ്ഥ. അവർ കുറെ പേര് വന്നിട്ട് നിങ്ങൾ ആരാ ഫ്രീ ആയിട്ടുള്ളത്, ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കാൻ ഒരു പടം എടുത്തിട്ട് പോകും. അതാ ഈ പാട്. പക്ഷെ ഇത് കണ്ടിട്ട് ശരിക്കും നമുക്ക് മുംബൈ പോലീസിൽ നമ്മൾ ഇത് ഭയങ്കര ആന്റണി മോസസിന്റെ ക്യാരക്ടറെ കുറച്ച് ക്രേസിനെസ് ആക്കിയാ കാണിച്ച പോലെ ഫീൽ ചെയ്തു. അതിനകത്ത് ആ ക്യാരക്ടർ കുറച്ച് ബാഡാണല്ലോ, ബാഡും അതുപോലെ പുള്ളി കുറച്ച് ആംഗ്രി ഇതുണ്ട്. പക്ഷെ അതിന് നമ്മൾ ആ സിനിമ പുറത്ത് വരുന്നത് കുറവാ. ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇയാള് ഒരു പ്രാന്തനാണെന്നുള്ള ലൈനിൽ തന്നെയാണ്. എനിക്ക് മറ്റേ ഹെയ്ദറിലെ ഷാഹിദ് കപൂറിന്റെ പെർഫോമൻസ് അതൊക്കെ ഫീൽ ചെയ്തത്. അത് പുള്ളി മറ്റേ ജയിച്ചപ്പെട്ട് അത് പുള്ളിയുടെ ഹെയർ സ്റ്റൈൽ, ഇതിൽ ഹെയർ സ്റ്റൈൽ അതുകൊണ്ടാണ് ഹെയ്ദർ ലുക്ക് ഭയങ്കര
പക്ഷേ ആന്റണി മോസിന്റെ ലുക്ക് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഇങ്ങനെ ഇവിടെ ഒരു ആ കട്ടൊക്കെ ഉണ്ട് പുള്ളി. ആ പുള്ളിയുടെ നോട്ടം തന്നെ ഒരു കണ്ണെന്തോ ഫുൾ ടൈം ചോമ്പിച്ച് ആക്സിഡന്റ് ചേട്ടാ ഒരു കണ്ണ് മറ്റേ ഇങ്ങനെ കുറച്ച് അതിനൊരു ഒരു ക്യാരക്ടർ കുറച്ചുകൂടി ഇതുണ്ട്. ഇത് കുറച്ചുകൂടെ എക്സെൻട്രിക് ആണ്, എങ്ങനെയാണെന്നറിയില്ല. അല്ല ഇത് ആക്ച്വലി നമുക്ക് മുംബൈ പോലീസ് കണ്ട നമ്മൾ മലയാള ഓഡിയൻസിന് ചിലപ്പോൾ ഈ ദേവ കുറച്ച് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. വേറെ എന്തോ വേറെ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എത്രത്തോളം ആണെന്നുള്ളത് ആ ട്വിസ്റ്റ് എലമെന്റ് അതാവും തോന്നില്ല. അതാണ് അത് വിജയിക്കാനുള്ള വലിയൊരു ഫാക്ടർ. പിന്നെ അവരുടെ മൂന്നുപേരുടെയും ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ആ മറ്റേ ഫാക്ടർ റിമൂവ് ചെയ്തിട്ട് അവിടെ എന്തോ റീപ്ലേസ് ചെയ്യുമ്പോൾ അതെ അതറിയില്ല. ചിലപ്പോൾ അത് വെക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അതിപ്പോൾ തന്നെ ഈ സിനിമ കാണാൻ പോകുന്ന ബോളിവുഡിൽ ഒരുപാട് പേർക്കും റീമേക്ക് ആണ് ഇങ്ങനെയാണെന്ന് സംഭവം അറിയുമ്പോൾ ചിലരെങ്കിലും ഈ സ്പോയിലറായിട്ട് ഭയങ്കരമായിട്ട് ഉണ്ടാവില്ല. അല്ല അത് വെച്ചാലും അതൊരു വലിയ ട്വിസ്റ്റായിട്ട് ട്രീറ്റ് ചെയ്യത്തില്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഓടിപ്പോകും. അത് അങ്ങനത്തെ ഒരു പടം എന്നുള്ളത്. കാരണം അവിടെ അതൊരു വലിയ ട്വിസ്റ്റായി. നമുക്കിവിടെ അന്നത്തെ കാലത്ത് അതൊരു ഭയങ്കര ഫ്രഷ് ആയിരുന്നു. നമുക്കത് ആലോചിക്കുമ്പോൾ ഇങ്ങനെയോ എന്നൊരു ചിന്ത ഉണ്ടാവും. അല്ല ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നായകൻ അങ്ങനത്തെ ഒരു ക്യാരക്ടറിലേക്ക് മാറുന്നു എന്ന് പറയുന്ന ഒരു അതായത് ഇത്ര നേരം നമ്മൾ ഫോളോ ചെയ്യുന്ന കാതൽ ഇറങ്ങുമ്പോഴും അതിനും ഒരു ചർച്ചാ വിഷയമായിട്ടില്ല ഈ അടുത്തിടെ ഇറങ്ങി. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴും അങ്ങനത്തെ സിനിമകളുടെ എണ്ണം നോർമലൈസ്ഡ് ആവുന്ന വരെ അതൊരു ചർച്ച തന്നെ ആകുമെന്ന് തോന്നുന്നു. ഹിന്ദിയിലാണേലും ഒരുപാടില്ല, കുറച്ച് നാൾ മുമ്പ് ഒരു വാണി കപൂറോ അങ്ങനെ അതെ ആ പടത്തിന്റെ പേരെന്താ? ചണ്ഡീഗഡ് ഹാഷിക്ക്. അങ്ങനെ കുറച്ച് സിനിമകള് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ മറ്റേ സിനിമ ഉണ്ടായിരുന്നു ബദായിദോ. അങ്ങനെ അതൊക്കെ അത് നല്ല പടം. ബിക്കോസ് അവർ ഈ എലമെന്റൊക്കെ എടുത്തിച്ച് ഭയങ്കര നല്ല എന്റർടൈൻ ലൈനിലാണ് കുറച്ച് ഫൺ ആക്കിയിട്ടുണ്ട്. അത് കുറച്ച് രസമുണ്ടായിരുന്നു. അതൊക്കെ ആ ലൈനിൽ വേണം ഇങ്ങനത്തെ കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യാൻ. അതെ ഇല്ലെങ്കിൽ നമുക്ക് ഇതൊരുമാതിരി ഇതെന്തോ ഭയങ്കര സംഭവം നമ്മളിങ്ങനെ പിടിച്ചിരുത്തി ഉപദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഉപദേശം കാരണമല്ല, അത് ആ സബ്ജക്റ്റിന്റെ ഇതല്ല, ആ ഉപദേശമാണ് നമുക്ക് വിഷയം. ഇത് നമ്മൾ എന്റർടൈനിങ് ആയിട്ട് വളരെ നോർമലൈസ്. അത് തന്നെ ഇതൊരു വലിയ വേറെ യൂണിവേഴ്സിൽ നിന്നുള്ള സംഭവമാണ്, നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറയരുത്. അന്ന് നമ്മുടെ അടുത്ത് നമ്മളത് അങ്ങനെ തന്നെ കാണാൻ പോയി. യൂണിവേഴ്സിൽ നിന്നല്ലേ വന്നത്, നമ്മളല്ല എടാ ചുറ്റുവട്ടത്തുള്ള നമ്മളെ പോലുള്ള മറ്റേ ആളുകളാണ് ഇത് എന്ന് പറഞ്ഞ രീതിയിൽ അവർക്കും ഉണ്ട്. ഇത് അവിടെ കുറച്ചുകൂടെ റിലേറ്റബിലിറ്റി ഒക്കെ ഉണ്ടാവുന്നത് തോന്നുന്നു അല്ലേ? ഇതിപ്പോ നമ്മൾ കാണുമ്പോൾ അല്ലാതെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഭയങ്കര വലിയ സംഭവം അങ്ങനെയാണ് സിനിമ. കരച്ചില്, ഇവരുടെ ദുരിതം നമ്മളെ കാണിച്ച് നമ്മളെ കൂടെ കരയ്ക്കാൻ ശ്രമിക്കും. പക്ഷേ അതായത് ആക്ച്വലി ഇത് നമ്മൾ സിനിമയുടെ ഉദ്ദേശം തന്നെ മെയിൻ ഉദ്ദേശം തന്നെ ഒരു എന്റർടൈൻമെന്റ് എലമെന്റ് ആണ്. അപ്പോൾ അത് നമുക്ക് തന്നാൽ തന്നെ അതിനകത്ത് നിങ്ങൾ എന്ത് കഥ പറഞ്ഞാലും ഈ എലമെന്റ് തരാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി അത് കാണാൻ ഓഡിയൻസ് ഉണ്ടാവും എപ്പോഴും. എന്തായാലും 30-ാം തീയതിയാണ് പടം. അതെ അത് വളരെ പെട്ടെന്ന് അല്ലേ? കഴിഞ്ഞിടയ്ക്ക് ഇതിന്റെ ഷൂട്ട് റാപ്പ് ചെയ്ത സമയത്ത് ഇതിലിപ്പോൾ ട്രെയിലറിൽ കാണിച്ചേക്കുന്ന ഒരു ഡാൻസ് കളിക്കുന്ന സീക്വൻസ് അവിടെയായിരുന്നു ഈ ഷൂട്ട് റാപ്പ് നടന്നത്. ലാസ്റ്റ് അങ്ങോട്ട് ഷൂട്ട് ചെയ്ത സാധനം അത്. അവിടെ ഈ ഷൂട്ട് റാപ്പ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇവർ റോഷാൻഡോസ് ഇവരെല്ലാം കൂടെ അവിടെ ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബഡ്ജറ്റ് കുറച്ച് ലിമിറ്റഡ് ആണ് തോന്നുന്നു. ചെറിയ പടമായിരിക്കും അത്. ചെറിയ പടമായിരിക്കും. ചെറിയ പടം വെച്ചാൽ അവരുടെ ചോദിച്ചിട്ട് മലയാളത്തെയൊക്കെ നോക്കണം വലിയ ബഡ്ജറ്റ് ഉണ്ടാവും, നല്ല ബഡ്ജറ്റ് ഉണ്ടാവും. സോ എനിവേ 31 ജാനുവരിയിൽ പടം റിലീസാണ്. നമ്മൾ ദയവേയും കാണുന്നതായിരിക്കും.